5 ദിവസത്തെ ഏഷ്യൻ പര്യടനത്തിനിടെ ട്രംപും ഷിയും തമ്മിലുള്ള സുപ്രധാന കൂടിക്കാഴ്ച ഇന്ന് ബുസാനിൽ നടക്കും. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച നടക്കുന്നത്. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയുടെ ഭാഗമായാണ് കൂടിക്കാഴ്ച. വ്യാപാര യുദ്ധവും സാമ്പത്തിക വ്യാപാര തർക്കങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഇരു സാമ്പത്തിക ശക്തികളും തമ്മിലുള്ള ഈ ചർച്ച ചെയ്യുന്നത് പ്രധാനമാണ്. ചൈനയിൽ നിന്നും അമൂല്യ ധാതുക്കളുടെ കയറ്റുമതി അമേരിക്കയെ സംബന്ധിച്ച് സുപ്രധാനമാണ്. തിരിച്ച് സോയാബീൻ ആവശ്യം ഏറെയുള്ള ചൈനയുടെ അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതിയും ചർച്ചയായേക്കാം. ട്രംപിന്റെ വാചാടോപങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാതെ വ്യക്തമായ നിലപാടുമായി നിലനിൽക്കുന്ന ചൈനയ്ക്കെതിരെ വർദ്ധിച്ച തീരുവ ഭീഷണിയും ഉണ്ടായിരുന്നു. യുഎസും ചൈനയും തമ്മിലുള്ള മുൻകാല തീരുവ അമൂല്യ ധാതുക്കൾ സംബന്ധിച്ച പല കരാറുകളും നവംബർ 10 അവസാനിക്കാനിരിക്കുകയാണ്. ഇത് നയതന്ത്ര ചർച്ചകൾക്ക് അടിയന്തര പ്രാധാന്യം നൽകുന്നു. തീരുവകൾ പിൻവലിക്കുക, യുഎസ് സാങ്കേതികവിദ്യയുടെ കയറ്റുമതി നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുക, ചൈനീസ് കപ്പലുകൾക്ക് മേൽ ചുമത്തിയ പുതിയ തുറമുഖ ഫീസ് ഒഴിവാക്കുക എന്നിവയാണ് ചൈനയുടെ ആവശ്യങ്ങൾ. ട്രംപിന്റെ 5 ദിവസത്തെ ഏഷ്യൻ പര്യടനത്തിന് സമാപനമാണ് ബുസാനിലെ കൂടിക്കാഴ്ച. ഈ പര്യടനത്തിനിടെ അമൂല്യ ധാതുക്കളുടെ വിതരണ ശൃംഖല വൈവിധ്യവൽക്കരിക്കാനും ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ലക്ഷ്യമിട്ട് ജപ്പാനുമായും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായും അദ്ദേഹം കരാറുകളിൽ ഒപ്പുവെച്ചു. കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി അനുരഞ്ജനപരമായ നിലപാടാണ് ചൈന സ്വീകരിച്ചത്. ചർച്ചയെ ഇരു നേതൃത്വവും ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.